ഫ്ലാഷ് ബാക്ക്. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാൻ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? A few moments later. കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയെ വിമർശിച്ചു. രമേശ് പിഷാരടി പറഞ്ഞു, അഖിൽ മാരാർ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിന് മറുപടി ഒന്നും പറയണ്ട, ഒരു 6-7 ദിവസം നോക്കണം. തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. 1.5 കൊല്ലം കഴിഞ്ഞു അതേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. അസാധ്യ തഗ്ഗായി പോയില്ലേ? പഞ്ചവർണ്ണ പൊണ്ണേ ഏയ് അതൊരു തഗ്ഗൊന്നുമല്ല. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇപ്പം ഭയങ്കര പേടിയായി തുടങ്ങി. കാരണം അവിടെ ചെന്ന് പെട്ടതോടുകൂടി ഒന്നാമത് അവിടെ കോൺഗ്രസിൽ കുറെ പിള്ളേരുകൾ വന്നു, കുറെ പ്രശ്നങ്ങൾ. എനിക്ക് ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം. അല്ലെ, അത്രയേറെ ആത്മബന്ധമുള്ള ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ഇവരുടെയൊക്കെ വേദന കേൾക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുന്നത്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. കോൺഗ്രസ്സുകാരല്ലേ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ അവിടെ മത്സരിക്കേണ്ടത്? രമേശ് പിഷാരടിയോടെന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ 2020 വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലോ അഖിൽ മാരാർ ഇവിടെ കാൻഡിഡേറ്റ് ആയത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഞാൻ പോകുന്നു. ബൈ ബൈ.